അച്ഛാ, ഇന്ന് നമുക്ക് ഏത് പാട്ടാണ്? ജസ്റ്റ് വെയിറ്റ്. പാട്ട് എടുക്കുകയാണോ? ആ, ഒരു നിമിഷം എൻ്റെ ബോണി. അച്ഛാ, ഇത് എന്ത് വേസ്റ്റാണല്ലോ അച്ഛൻ എടുക്കുന്നത്? വേസ്റ്റൊന്നും അല്ലേ പാട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. വേസ്റ്റൊന്നും അല്ല എൻ്റെ ബോണി. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് കുരിശല്ലേ അച്ഛാ? ഇത്രയും വലിയ കുരിശാണോ അച്ഛൻ പോക്കറ്റ് ഇട്ട് നടന്നേച്ചേ? ബോണിക്കിപ്പോൾ സംശയം കാണും. ഞാൻ ബോണിക്ക് വല്ല കുരിശ് വല്ല ആണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പറയായിരുന്നു. ബോണി എനിക്ക് കുരിശ, ഉറപ്പായിട്ടും കുരിശ. അങ്ങനെയാണെങ്കിൽ അച്ഛാ ഉറപ്പായിട്ടും ബോണി എനിക്ക് കുരിശ. കള്ളത്തരം ഞാൻ പറയുന്നതല്ല, ശരിക്കും ഒരു ഒന്നാന്തരം ഫസ്റ്റ് ക്വാളിറ്റി കുരിശ എനിക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ബോണിക്ക് ഞാൻ കുരിശാണോ? കുരിശല്ല. ഉറപ്പായിട്ടും അല്ല. അല്ല. ബോണി എനിക്ക് കുരിശാകണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നെ കുരിശോളം വലുതാക്കണേ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാട്ട്. നിന്റെ സ്നേഹത്തിൻ നിഴലാക്ക. നമുക്ക് ഏറ്റവും ഭാരം വരുമ്പം നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത്? കുരിശിലേക്ക്. അപ്പം ബോണി എനിക്ക് കൺമുമ്പിൽ ഒരു സ്ലീവായുടെ പ്രകാശമാകണം. നമ്മളെല്ലാവരും പറയാറുണ്ട്, അയ്യോ ഒരു കുരിശ് വരുന്നേ, വരുന്നു കുരിശ്, മാറിക്കോ. പക്ഷേ ബോണി എനിക്ക് കുരിശാവണം, സ്ലീവായാവണം. അതായത് എനിക്ക് നടക്കാനുള്ള ഊന്നുവടിയാണ് സ്ലീവ എൻ്റെ ഭാരങ്ങളിൽ. അപ്പം നിങ്ങളുടെ കൈ എനിക്ക് ശരിക്കും ഒരു കൈ ഒന്ന് കൊടുത്തേ. സത്യത്തിലൂടെ കുരിശടയാളമുണ്ട്. ശരി കൊടുത്തേണ്ടോ? ഇതൊരു കുരിശടയാളമാണ്, ഉണ്ടോ? അപ്പം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു കുരിശ, സ്ലീവായ. കൈ പിടിച്ചിട്ട് കൈ നോർത്തിക്ക്, കണ്ടോ? ഇത് കുരിശടയാളമാണ്. അച്ഛൻ പറയുന്നത് വരെയും നമ്മൾ ഈ നേരത്തെ അച്ഛൻ പറഞ്ഞാണ് അയ്യോ ഇവനൊരു കുരിശാണ്. പക്ഷെ ഇപ്പോഴാണ് എന്നെ കുരിശോളം വലുതാക്കണേ. അങ്ങനെ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ബോണി പറഞ്ഞതുപോലെ. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് അച്ഛൻ്റെ പാട്ടാണെന്ന് എനിക്കിപ്പോഴാണ്. ബോണി മോനെ, അത് സത്യത്തിൽ എൻ്റെ പാട്ടാണെങ്കിലും പകുതി അതിൻ്റെ സംഗീതത്തിൻ്റെ ക്രെഡിറ്റ് എൻ്റെ സ്നേഹിതൻ, എൻ്റെ ശിഷ്യൻ സതീഷ് PC-യുടെ സംഗീതം. പക്ഷെ വരി എഴുതി ഞാൻ പഠിപ്പിച്ചൊരു മകനാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് മുമ്പ് കാനായിൽ ഈ വിവാഹ ദൈവശാസ്ത്രം പഠിക്കുമ്പം എഴുതിയതാണ്. ലോകത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമില്ലാത്ത ഒരു എളിയവനാകുകയിലും ദൈവമേ നിൻ മുമ്പിൽ ദാസനാം ഞാൻ ഒട്ടും ചെറുതായി പോകരുത്. നീ എന്നെ കുരിശോളം വലുതാക്കണമേ. സ്വർഗത്തിലേക്കൊരു ഏണിപ്പടിയാണല്ലോ സ്ലീവ. അപ്പോൾ അങ്ങനെ എഴുതിയതാണ്. പക്ഷെ അവൻ അതിന് മനോഹരമായി സതീഷ് ട്യൂൺ ചെയ്തു. ലോകത്തിൻ മുമ്പിൽ ഞാൻ ഒന്നുമില്ലാത്തൊരു എളിയവനാകുകിലും ദൈവമേ നിൻ മുമ്പിൽ ദാസനാം ഞാൻ ഒട്ടും ചെറുതായി പോകരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ.
ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമില്ലാത്തൊരു എളിയവനാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ മണ്ണിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്നെ വഹിക്കുന്ന കഴുതയാകാൻ മണ്ണിൽ കൊളുത്തിയ ദീപമാകാൻ. നിന്നാ പരിഹാസമേറ്റുവാങ്ങി പോലും വചനത്തിൻ സാക്ഷിയാകാൻ. നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാൻ. നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാൻ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കുവാൻ ഞാനെത്രയേറെ നോമ്പു നോറ്റു. നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം. ദൈവമേ നിൻ മുൻപിൽ ദാസിയാ
സ്നേഹത്തിൻ നിഴലാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ. നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. അച്ഛൻ്റെ ആ വരികളിൽ ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകാതിരിക്കാൻ ഞാൻ കഷ്ടപ്പെടാവുന്നത് തന്നെയാണ്. അതായത് ഒരു സ്ട്രഗിൾ ഉണ്ട് അല്ലേ, ഇങ്ങനെ ഈ ഒരു ഒഴുക്കിനെതിരെ നിൽക്കാനായിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. എത്രയോ അത് ചിലപ്പോൾ നമ്മൾ വഴുതി വീണ് പോകുമ്പോൾ നമ്മൾ ഓർക്കും, എന്തിനാ ഇത്ര മാത്രം അള്ളിപ്പിടിച്ച് കിടന്നത്, നമ്മൾ മാത്രമൊന്നും അല്ലല്ലോ, എല്ലാവരും എന്തിനായി കഷ്ടപ്പെടുന്നത്. പക്ഷേ തിരിച്ചൊരു പിടുത്തം കിട്ടുന്ന ഒരു തിരുവചനത്തിൽ പിടിച്ച്, തിരുവചനം ഒരു കച്ചിത്തുരുമ്പാണ്, പിടിച്ച് നിങ്ങൾ തിരിച്ച് സമരം ചെയ്യണം. ലോകത്തിനൊപ്പം ഞാൻ പ്രിയ സഹോദരൻ, നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴേ ഈ സംഗീത CD-കൾ വിൽക്കാൻ ശ്രമിക്കും. അപ്പം എന്താ പറയുക, ശുശ്രൂഷ ആളുകളെ തൊടുന്നുണ്ടോ എന്ന് ആദ്യ ദിവസം നമുക്കറിയാം. അപ്പോൾ ആദ്യ ദിവസം തന്നെ ചില ആൾക്കാർ വന്നു, വെച്ചാൽ ഞങ്ങൾ തരിച്ചിരുന്നു, അല്ലെങ്കിൽ നല്ലതായിരുന്നു, കരഞ്ഞു പോയി, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കരഞ്ഞു പോയി, തരിച്ചിരുന്നു, ഞങ്ങളുടെ അനുഭവമാണ്, കൊള്ളാം കേട്ടോ, നല്ല അഭിഷേകമുണ്ട് കേട്ടോ, ഇതെന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് സൂപ്പറാണ്, ഉറപ്പാണ്, ഇഷ്ടം പോലെ CD-കൾ വിൽക്കാം, ഉറപ്പാണ്. അപ്പം ശരിക്കും സംഗീത ശുശ്രൂഷ വഴി എൻ്റെ ബോണി 25 കോടിക്കപ്പുറം കടം വന്നയാളാണ് ഞാൻ. അത്രയ്ക്ക് എല്ലാ CD-കളും ആൾക്കാർ സ്വീകരിക്കും, പക്ഷേ ഒറിജിനൽ വാങ്ങത്തില്ല. അപ്പോൾ ഒറിജിനൽ വാങ്ങാത്തതുകൊണ്ട് തന്നെ കടബാധ്യത കയറി വരും, പക്ഷെ ആരും സമ്മതിക്കത്തുമില്ല. പിന്നെ ഈ പാട്ട് ഹിറ്റല്ലേ, അച്ഛൻ നഷ്ടമായെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം, പിന്നെ നഷ്ടമാണെന്നോ എൻ്റെ പൊന്നു ചകളത്തരം പറയാമെന്ന് പറയും. പിന്നെ നീതീകരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നീതീകരിക്കുന്ന വാക്കുരിയാടാതെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വഴിയാണ് തേ നല്ല ധ്യാനമാണ്. മോണിക്ക് ഇഷ്ടപ്പെട്ടോ ധ്യാനം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ CD-യാണിത് എന്നും പറഞ്ഞിങ്ങനെ അവതരിപ്പിച്ച് ഈ CD ഹോളി ബൈബിൾ ഇത് ഈ പാട്ട് ഇതിനകത്തെയാണ്. ഇത് വാങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് പറയുകയും പിന്നെ ഈ പാട്ട് 5-6 തവണ പാടുകയും ചെയ്താൽ അന്ന് വൈകിട്ട് തന്നെ CD പോവും. ഞങ്ങൾ ചെയ്യാറുള്ളൊരു കാര്യം പറയാം ബോണി, ശരിക്കും ഒരു സമരം ചെയ്യൽ പറയുക. ഇത്രയും ബാധ്യതയുള്ളപ്പം നമുക്ക് വേണമെങ്കിൽ മാന്യമായി, സഭ്യമായി, എളിമയോടെ, വിനയത്തോടെ നമുക്ക് ഇച്ചിരി ശുശ്രൂഷകളുണ്ട്, അത് പറയാറുണ്ട് കേട്ടോ. അത് ഞങ്ങൾ പറയും. CD-കൾ ഇപ്പോൾ തൊട്ട് അവൈലബിളാണ്, ഞങ്ങൾ വയ്ക്കത്തില്ല. നെവർ വി വിൽ ഇൻട്രൊഡ്യൂസ് ദ CDs ടു ദ കമ്മ്യൂണിറ്റി ദ വെരി ഫസ്റ്റ് ഡേ. 3 ദിവസത്തെ ധ്യാനമാണെങ്കിൽ കഴിയുമെങ്കിൽ 3-ാം ദിവസം, 5 ദിവസത്തെ ധ്യാനമാണെങ്കിൽ 4-5 ദിവസം. ശരിക്കും പറഞ്ഞാൽ 1-ാം ദിവസം തൊട്ട് കൊച്ചു ഹൃദയം പറയാം, 1-ാം ദിവസം തൊട്ട് പറയുകയാണെങ്കിൽ 1-ാം ദിവസം 7 പേര് വാങ്ങി, പിന്നെ 2-ാം ദിവസം ഒരു 25 പേര് വാങ്ങി, 3-ാം ദിവസം ഒരു 35 പേര് വാങ്ങി, നമുക്ക് അവസാനം വരുമ്പോൾ ഒരു 250-300 CD വിൽക്കാം. ഞങ്ങളത് ഒരിടത്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു 10, 45, 50, 60, 70 CD കൂടുതൽ വിൽക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്ത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയുണ്ട്, വായിച്ചിട്ടുണ്ടോ? ദ റോഡ് നോട്ട് ടേക്കൺ എന്നാണ്. ദ റോഡ് നോട്ട് ടേക്കൺ എന്താ, ഭയങ്കര രസമാണ് അത്, ഒരിക്കലും എടുക്കാത്ത വഴി. അതായത് റോബർട്ട് ഫ്രോസ്റ്റ് പറയുകയാണ്, ഞാൻ 2 വഴി കണ്ടു, എല്ലാവരും പോകുന്ന വഴി, മറ്റൊരു വഴി കണ്ട് ഇല വീണ വഴി, കല്ലും മുള്ളും പറഞ്ഞു. ഞങ്ങളതെടുത്തു. അപ്പം ഞാനും ജോസും ഒക്കെ ചേർന്ന്, നൈജും ഒക്കെ ചേർന്ന് തീരുമാനിച്ചു, വേണ്ട, ഞങ്ങൾ 1-ാം ദിവസം പരിചയപ്പെടുത്തത്തില്ല. നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നുവേ, ഇപ്പം കോടാനുകോടി അച്ഛാ നല്ലൊരു പാട്ട് കേട്ടോ എന്നും പറയും, നമ്മുടെ പാട്ടാണ്, അവരുടെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമായിട്ട് ഒരു 150 CD വിറ്റിട്ടേ ഉള്ളൂ. എന്നാന്ന് പറഞ്ഞാലും അത് തെറ്റൊന്നുമല്ല എന്നൊരു ചിന്ത കയറി വരും. നമുക്ക് കിട്ടിയ ശുശ്രൂഷയല്ലേ, പക്ഷെ ഞങ്ങളത് പരിചയപ്പെടുത്തത്തില്ല. നമുക്കൊരു വിഷമം വരും ഈ ശുശ്രൂഷയുടെ ഒടുവിൽ, ചിലപ്പോൾ ഒരു 55 CD. അപ്പം നമ്മൾ ചിന്തിക്കും, ദൈവമേ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ട്, ഇടയ്ക്കൊക്കെ ആവർത്തിച്ചൊന്നും പറയണ്ട, ശാന്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു 146 CD, ഇപ്പോൾ ഒരു 73 CD. വെറുതെ ഒന്ന് ഈ പാട്ടൊന്ന് എന്നെ കുരിശോളം വലുത് ആവർത്തിച്ചെന്ന് പാടിയാൽ മതിയായിരുന്നു. അത് തൊടുന്നവർ വന്ന് അച്ഛാ ആ കുരിശോളം വലുതാക്കുന്ന CD ഉണ്ടെന്ന് ചോദിച്ചാനെ. അപ്പോൾ നമുക്ക് ഹോളി ബൈബിൾ എടുത്ത് കൊടുക്കാം. ചെയ്യാറില്ല ബോണി.
നമുക്കൊരു സമരമുണ്ട്. ഉള്ളിലിങ്ങനെ പറയും, നമ്മൾ പിടിച്ചൊന്നും വാങ്ങുന്നില്ലല്ലോ, അതെ, നമ്മൾ ആരുടെയും കൈയിട്ട് വരുന്നില്ലല്ലോ, അത് നമ്മൾ ഈ പാട്ടിൻ്റെ ദൈവം അഭിഷേകം തന്നിട്ടല്ലേ. പക്ഷെ നമ്മളത് നോ പറയും. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനത്രയേറെ പാടുപെട്ടു, പാപച്ചുഴികളിൽ താഴാതിരിക്കുവാൻ. ഇതുപോലെ എത്രയോ പാപച്ചുഴികൾ വരുന്നു. അടുത്തിടയ്ക്ക് ഞങ്ങൾക്കൊരു വാഹനമുണ്ട് ബോണി. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ പുണ്യവാനല്ല കേട്ടോ, ഞാൻ വളരെ നിസ്സാരപ്പെട്ടവനെ. ഭൂമിയിലെ ഏറ്റവും വലിയ പാപി ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പാപം വർദ്ധിച്ചെടുത്ത കൃപ അതിലേറെ വർദ്ധിച്ചു. അപ്പം ഞങ്ങളുടെ വാഹനം ഒന്ന് മാറേണ്ട ഒരു ആവശ്യത്തില്ല. എന്ന് വെച്ചാൽ ഒത്തിരി ഓടി, 1,20,000 ഓടി. അപ്പോൾ അതിനൊരു കള്ളത്തരം പറയാമെങ്കിൽ ഇപ്പോൾ അതിന് വില കൂടുതൽ കിട്ടും. ഒറ്റ കാര്യം ചെയ്താൽ മതി, കിലോമീറ്റർ മാറി വിൽക്കാൻ കൊടുത്താൽ മതി. വണ്ടി നല്ല സിമ്പിളക്കൂട്ടം വണ്ടി, അതായത് കണ്ടാൽ 1,19,000 എങ്ങാണ്ട് ഓടിയിട്ടുണ്ട് ഇപ്പോൾ വരെ, 2.5 വർഷം കൊണ്ട്. വണ്ടി പഴയതല്ല. അപ്പോൾ അതിന് കിലോമീറ്റർ മാറിയാൽ ആരും സംശയിക്കത്തില്ല. പോറലില്ല, ഒരിടത്തും പാച്ച് വർക്കില്ല, ഇടിച്ചിട്ടില്ല. അപ്പോൾ എന്താ പറ്റും, ഇതിൻ്റെ ഒരു കിലോമീറ്ററിൻ്റെ ഒരു 35,000 കിലോമീറ്ററെ മാറ്റി വെച്ചാൽ ഇതിന് 5.5 ലക്ഷം രൂപ കിട്ടും, ഇല്ലെങ്കിൽ 4.5 കിട്ടും. 1,00,000 രൂപ. ആൻഡ് വി ഡിസൈഡഡ് അതർവൈസ്. ഇല്ല, നമുക്ക് 40 കോടി തരാൻ, 400 കോടി തരാൻ, സ്വന്തം ഫ്ലൈറ്റ് തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഏക്കറുകൾ എഴുത്തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ 1 ലക്ഷത്തിന് വേണ്ടി കിലോമീറ്റർ ഒന്ന് മറിക്കുമ്പം എന്നേക്കുമായിട്ടൊരു ഭാരമാണ്. പക്ഷേ ശരിക്കും അച്ഛൻ ഒന്ന് കണ്ണടച്ചാൽ മതി. എൻ്റെ സ്നേഹിതൻ നൈജു പറഞ്ഞ് മാറ്റിക്കോളാം, അവൻ ഒരു മോശക്കാരനല്ല. അവൻ എന്നോട് വീണ്ടും ചോദിച്ചു, അച്ഛൻ ഡിസൈഡ് ചെയ്യും, അച്ഛൻ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഒടുവിൽ പറഞ്ഞു വേണ്ട, അത് വേണ്ട. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനത്രയേറെ പാടുപെട്ടു. പാടാണ്, ഒത്തിരി പാടാണ്. പാപച്ചുഴികളിൽ നോ പറഞ്ഞിടാൻ ഞാൻ എത്രയേറെ 10 തവണ നോ പറയുമ്പം 15 തവണ ചിലപ്പോൾ വീഴുമായിരിക്കാം. സാരമില്ല മകനെ, നോ പറയുന്ന ഹൃദയം ദൈവം ഉയർത്തും, ഉറപ്പാണ്. സമരം ചെയ്യുന്ന മനസ്സ് എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും ദൈവം ഉയർത്തും, ഉറപ്പല്ലേ? ഉറപ്പാണ്. നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന്. പക്ഷേ അതൊരു സാത്താൻ്റെ ചൊല്ല. അത് സാത്താൻ്റെ ചൊല്ല. ചേരെ തിന്ന നാട്ടിൽ ചെന്നാൽ ചേരെ തിന്നണം, അടുത്തൂടെ തിന്നണം. അതെ, ഇതൊക്കെ തെറ്റാ. പകരം നമ്മൾ ചേരെ തിന്ന നാട്ടിൽ ചെന്നാൽ നമ്മൾ അത് തിരിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നാൽ അവരെ മുറിപ്പെടുത്തരുത്. നിങ്ങൾ ചേരെ തിന്ന എന്നാ നികൃഷ്ടന്മാരാ, നീചന്മാർ എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു കൊടുക്കണം. ഇതിനകത്ത് വേറൊരു വശമുണ്ട്. സാത്താൻ്റെ ചൊല്ലുകൾ നമ്മുടെ തലയിലുണ്ട്, ഒത്തിരി സാത്താൻ്റെ ചൊല്ലുകൾ. ഇതൊക്കെ സാത്താൻ്റെ ചൊല്ലുകളാണ്. ദിവ്യമന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ചേരത്തിൻ്റെ നാട്ടിൽ ചെന്നാലും തിന്നേണ്ടത് എന്നാന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഈ നാടിൻ്റെയോടൊപ്പം ഒഴുകാതിരിക്കാനായിട്ടുള്ള സ്ട്രഗിൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാന വരികളിൽ അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി എന്ത് വേണേലും ഞാൻ സഹിക്കാം. സഹനമുണ്ട്. പക്ഷെ സഹനം എന്നോട് ഈ പണ്ട് അമ്മ മറിയം മാതാവ് പറഞ്ഞു തന്ന ഒരു വെളിപ്പെടുത്തൽ, ഒരു ദർശനമൊന്നും അല്ലേ. സഹനം ഒരു സ്നേഹ പുതപ്പാണ്. അതിൻ്റെ അടിയിൽ മുഴുവൻ കൃപയും സ്നേഹവുമാണ്. സഹനം എത്രമാത്രം എടുത്ത് സ്വീകരിക്കാമോ അത്രയും അഭിഷേകം കിട്ടും. അതുകൊണ്ടാണ് നിന്റെ സുവിശേഷം പാടുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. ഈ തൊട്ടടുത്തൊരു ശുശ്രൂഷ അഹമ്മദാബാദിലുണ്ടായിരുന്നേ. അപ്പം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇന്ന് ഉപവസിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാളൊരു വലിയ ഭംഗി വർത്താനം പോലെ പറയുന്നത് കേട്ട് ഞാൻ താഴ്ത്തുകയല്ല, എൻ്റെ അച്ഛൻ ഞാൻ ഇതുവരെ ഉപവസിച്ചിട്ടില്ല, ഇനിയോട്ട് ഉപവസിക്കാനോട്ട് പോകുന്നുമില്ല. ഒരു ദുഷ്ടമായിട്ട് പറഞ്ഞൊന്നുമല്ല. ദുഃഖവെള്ളിയാഴ്ച പോലും ഞാൻ ഉപവസിക്കത്തുമില്ല. ഞാൻ ഉപവസിക്കത്തില്ല. ഞാൻ പറയും, ഒരു പരിപൂർണന് മാത്രമേ ഉപവസിക്കണമെന്ന് നിർബന്ധമില്ല. ഉപവസിക്കുന്ന പരമപുണ്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഉപവസിച്ച് അങ്ങ് നിത്യം ഉപവസിച്ച് വാടി തൂങ്ങിയിരിക്കുന്നത് അത്ര നല്ലതുമല്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ പരിപോഷിപ്പിക്കണം. വേണ്ടതുപോലെ നോക്കിയില്ലെങ്കിൽ ശരീരം ദൈവദാനമാണ്. ചുമ്മാ അത് കയറി ഉപവസിക്കരുത്. ഇതൊക്കെ തെറ്റാ. പക്ഷേ വല്ലപ്പോഴും ഒരു വിശപ്പറിയാത്തതും ഒരു തെറ്റ് തന്നെ. ഒരു സഹനവും ഏറ്റെടുക്കാൻ പറ്റാത്തൊരു മനസ്സ്, അതെന്നാ പരിപാടിയാണ്? ഒന്ന് മുട്ടുകുത്താൻ എടുക്കാൻ പറ്റണം പ്രിയപ്പെട്ട സഹ. അപ്പം ബോണിയോട് കുഞ്ഞുങ്ങൾ ചോദിക്കണം, പപ്പ വൈ ആർ യു ഫാസ്റ്റിംഗ് ഓൺ വെനസ്ഡേ? എന്താ ബുധനാഴ്ച കഴിക്കാത്ത എന്താ? അപ്പോൾ പറയണം, മോനെ പപ്പയ്ക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, ഞാനിത് മമ്മിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ത്യാഗമാണ്. ശരിക്കും പറയും, ശുശ്രൂഷ കൂടുന്നവരോട് ഞാൻ ചുമ്മാ ചോദിക്കുക, ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയ്ക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ദ്രോഹിച്ചവർക്ക് വേണ്ടി
എന്തെങ്കിലും ഒരു തരിമണി ത്യാഗമെങ്കിലും നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. ഈ കഴിഞ്ഞ 5 വർഷം വേണ്ട, ഈ കഴിഞ്ഞ 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു ത്യാഗം ഏറ്റെടുത്തിട്ടുണ്ടോ? സഹിച്ചതല്ല ബോണി. ഇപ്പം നമ്മൾ കാല് തട്ടി സഹിച്ചു, വേദന സഹിച്ചു, അതല്ല, സ്വയം സ്വീകരിച്ചിട്ടുണ്ടോ? എന്നെ പഴിച്ച വ്യക്തിക്ക് വേണ്ടി അവരറിയുന്നില്ല ഞാൻ ഈ ബുധനാഴ്ച മറിയത്തോടൊപ്പം ഉപവസിക്കുന്നു. ആ പേട്ട് മനുഷ്യന് വേണ്ടി ഞാൻ ഉപവസിക്കാൻ പോയി പണി നോക്കാൻ പറയും. നമ്മൾ തെറ്റും ചെയ്തിട്ടില്ല, പോയി പണി നോക്കാൻ പറയുന്നതിന് പകരം ഞാനത് സഹിക്കുന്നു. അവന് വേണ്ടി, അയാൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, ആ സ്ത്രീക്ക് വേണ്ടി. അവർ പോലും അറിയാതെ നിൻ്റെ സുവിശേഷം പാടുവാനായി ഞാൻ ഈ വിശപ്പിന്നു സഹിക്കാം, നിന്നെ പാരിനു നൽകുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. ഈശോയുടെ കുരിശ് നമ്മളോട് അതാണ് പറയുന്നത്, എന്ത് വേണേലും സഹിക്കുക, സ്വീകരിക്കുക. അച്ഛാ, ഈ ഒരു കൃപ നമുക്കെല്ലാവർക്കും കിട്ടാൻ, പ്രേക്ഷകർക്ക് കിട്ടാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കയ്യിൽ കുരിശ് വെച്ചോണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, കാൽവരിയിലെ കുരിശ് സകല ഹൃദയങ്ങളിലും നാട്ടണമേ. ആ കുരിശ് രക്ഷയുടെ ആയുധമായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവേ, കാൽവരിയിലെ കുരിശ് ഇപ്പോൾ ഈ ശുശ്രൂഷ കൂടാത്ത ഇനി എല്ലാവരും കുരിശായി മാറട്ടെ. ഞാൻ ഒരാളെ കാണുമ്പം രക്ഷയുടെയും സന്തോഷത്തിൻ്റെയും കുരിശിൻ്റെ ഫലം എനിക്ക് കിട്ടട്ടെ. പരസ്പരം കുരിശായി മാറാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ. രക്ഷയും പ്രകാശവും കൊടുക്കാൻ ഇടവരട്ടെ. നിന്നെ പാരിനു നൽകുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. അപ്പോൾ ഈ കുരിശ് ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വല്ല സഹനം വന്നാൽ ഭയപ്പെടണ്ട, അത് വലിയൊരു വഴിയായിട്ട് വരും. ആമേൻ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു, ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു, പാപച്ചുഴികളിൽ താഴാതിരിക്കുവാൻ ഞാനെത്രയേറെ നോമ്പു നോറ്റു, നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം, നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം. സ്നേഹത്തിൻ നിഴലാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ.